ഭാനുവിന്റെയും ജയേഷിന്റെ വിവാഹകാര്യം സംസാരിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, ഇത് നമ്മളെ കൊണ്ട് ഒതുക്കിയാൽ കൂടുന്ന കാര്യമല്ല. വിട്ടേക്ക്, നമുക്ക് ഭാനുവിന് നല്ലൊരു വിവാഹം തന്നെ കണ്ടുപിടിച്ച് നടത്തിയേക്കാം. എന്തിനാ ഇവൻ തന്നെ വേണമത്ര വാശി പിടിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അത് ഭാനുവിനും കൂടി ഇഷ്ടപ്പെട്ട ഒരു ആലോചനയായിരുന്നില്ലേ. അപ്പോൾ മായ ചോദിക്കുന്നുണ്ട്, അതിന് ആ മോഹനങ്കിൾ ചോദിച്ചതെല്ലാം കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയും? അതുമല്ലെങ്കിൽ അച്ഛനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആംബിയർ ആ ജയേഷിനുണ്ടായിരിക്കണം. അതുമില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ അഭിയാനുള്ളത്. അവൻ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഭാമയെയാണ്. ബാക്കി ഭാമക്ക് കൊടുത്തതെല്ലാം അംബാലികാന്റിയുടെ പിടിവാശി കൊണ്ടാണ്, അല്ലാതെ അഭി ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഇവിടെ അതൊന്നും നടക്കത്തില്ല മായെ. ഇവിടെ മോഹൻ പറഞ്ഞത് മാത്രമേ നടക്കുകയുള്ളൂ. അതിന്റെ ലക്ഷണം നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. എന്റെ ദൈവമേ, ആ മോഹൻ കാരണം കുറച്ചൊന്നുമല്ല ഞാൻ അനുഭവിച്ചത്. അതുപോലെ അവൾക്കും കൂടി ഉണ്ടാവാതിരുന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ സേതു ചോദിക്കണം, എന്തിനാ അമ്മ അറിഞ്ഞുകൊണ്ട് ആ തീവണ്ടിക്ക് പോയി തലവെക്കുന്നത്? ഇതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ. നീ എന്ത് തീരുമാനിച്ചു ഭാവന എന്ന് ചോദിക്കാണ്ട് സേതു ഭാവനയോട്, ഞാനെന്ത് തീരുമാനിക്കാൻ? ഭാനുവിന്റെ ഭാവി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്ട്. അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട്, ഈ വിവാഹാലോചന വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ അവളുടെ ഭാവി നശിക്കാൻ പോകുന്നത്? വെറുതെ രക്തബന്ധങ്ങൾ തമ്മിൽ അകലണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനും കൂടി ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നത്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കരുതിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മിണ്ടാതെ ഇറങ്ങിപ്പോന്നത്. ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അവർ അറിയുമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇവിടെ ഇപ്പോൾ മറ്റൊന്നും ചിന്തിക്കാനില്ല. അവരുടെ പാട്ടിനങ്ങ് വിട്ടേക്കുക. അവർ ചോദിക്കുന്നത് പോലുള്ള കാറും വീടൊന്നും കൊടുക്കാനുള്ള ശേഷി നമുക്കില്ലതാനും. ഇവിടെ ഞാൻ തന്നെ ഭാനുവിനോട് കാര്യങ്ങൾ സംസാരിച്ചോളാം. പഠിക്കാനാണെങ്കിൽ മാത്രം ഇനി അവൾ കോളേജിൽ പോയാൽ മതി എന്നൊക്കെ സേതു പറയാണ്. അപ്പോൾ ഭാവന പറയേണ്ടത്, സേതുവേട്ടൻ വെറുതെ അവരോട് സംസാരിച്ച് അവളുടെ ശത്രുവായി മാറേണ്ട. എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാകും, നമുക്കത് നോക്കാം. ഇങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ ഗായത്രിക്കാകെ ദേഷ്യം വരാണ്ടോ. എല്ലാവരും കൂടി ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ ഇതൊക്കെ ഒന്ന് നിർത്താവോ? പോയി കിടന്നുറങ്ങടാ, പോയി കിടന്നുറങ്ങടി എന്നൊക്കെ പറഞ്ഞ് ഭാവനയും സേതുവിനൊക്കെ അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാനസയാണ്. അവൾ കരഞ്ഞുകൊണ്ട് ബെഡിൽ ഇരിക്കാൻ കേട്ടോ. ആ സമയത്ത് ജയ ഇവിടേക്ക് വരുന്നുണ്ട്. എന്താ മോളെ, നേരം കുറെ ആയി, നീ എന്താ കഴിക്കാനൊന്നും വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. നീ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അതിന് കുഞ്ഞിനെ കൂടി ബാധിക്കും. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ജയ മാനസയോട്. മാനസ പറയുന്നുണ്ട്, ഇല്ല ആന്റി, പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് സാധാരണ ഇങ്ങനെ തലചുറ്റിൽ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരത്തെ ഉണ്ടാകാറുണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പെട്ടെന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ എന്തോ ഉണ്ട് ആന്റി എന്ന് പറയാണ്. എന്തുണ്ടാവാൻ മോളെ, ഇതൊക്കെ സാധാരണയാണ്. ഗർഭിണിയായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മാത്രവുമല്ല ഇന്ത്യയിൽ സാധാരണ ഒരു ഗർഭവും അല്ലല്ലോ എന്നൊക്കെ ജയ ചോദിക്കുകയാണ്. നിനക്കിപ്പോൾ തീരെ റെസ്റ്റ് ഇല്ല. സുനിൽ ഇവിടെ താമസിക്കുന്ന നിനക്ക് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്രക്കും ദൃഢമായത് കൊണ്ടല്ലേ ഞങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൻ ഈ കാണിക്കുന്നത് വെറും അഭിനയമല്ല. നിന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടായിട്ട് തന്നെയാണ് മോളെ എന്ന് പറയാൻ കേട്ടോ. അല്ലെങ്കിൽ അവന് ഇവിടെ ഒരു അന്യനെ പോലെ വലിഞ്ഞു കയറി താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയല്ലേ അവൻ. അതുകൊണ്ട് തന്നെ മോൾ അവനെ മനസ്സിലാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാനസിക ദേഷ്യം വരികയാണ്. ആന്റി, എല്ലാം അവന്റെ അഭിനയമാണ്. എനിക്ക് അവനെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവനെ എന്നെ ചതിച്ചിട്ട് പോയതാണ്. ഇനിയും അവന്റെ കാര്യം കഴിഞ്ഞാൽ എന്നെ ഇട്ടേച്ച് പോകില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് ഇത്ര ഉറപ്പ്? അതുകൊണ്ട് തന്നെ ഞാൻ അവനെ വിശ്വസിക്കില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയ പറയുന്നുണ്ട്, മോള് വെറുതെ ഓരോന്ന് പറയണ്ട. ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് നിന്റെ റൂമിൽ അവനെ. ഞാൻ മാത്രമല്ല, മറ്റുള്ളവരെല്ലാം. ഞാൻ ഒരു പക്ഷെ നിന്നെ വിശ്വസിച്ചേക്കാം, പക്ഷെ ബാക്കിയുള്ളവർ അതുപോലെയല്ലല്ലോ. അതുകൊണ്ട് സാഹചര്യം പോലെ നീ തന്നെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടെ നിന്നും ഒഴിവാക്കാൻ നോക്ക്. പിന്നെ മോളെ, രാവിലെ തന്നെ ഞാനും ദേവേട്ടനും ഇവിടെ നിന്നും ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. മോളെ എഴുന്നേറ്റ് ആവശ്യമുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചേക്കണം. ഭക്ഷണം കഴിക്കാതെ നിൽക്കരുത്. അതോ ഇനി മോള് ഞങ്ങളുടെ കൂടെ വരണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഇല്ല ആന്റി, ഒരു യാത്ര ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോൾ. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ജയ ലൈറ്റ് ഓഫ് ചെയ്ത് മോളോട് കിടക്കാൻ വേണ്ടി പറഞ്ഞു പോവാണ്. പിന്നീട് മാനസ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കുക തന്നെ വേണം. എന്തായാലും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റും. നാളെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഈ വീട്ടിലുണ്ടാവുകയുള്ളൂ. ആ സമയത്ത് കാര്യമായിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് അവന്റെ മുൻപിൽ ഒന്ന് തകർത്ത് അഭിനയിച്ചാലും ശരി, എനിക്ക് എന്റെ കാര്യം നടക്കുക തന്നെ വേണം എന്നവൾ മനസ്സിലാലോചിച്ച് തീരുമാനിക്കാൻ കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങാൻ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുനിലിനെയാണ്. അവൻ സോഫയിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ച് പില്ലോ ഒക്കെ ആയിട്ട് റെഡിയാക്കി ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ. ആ സമയത്താണ് മാനസൊരു ജഗ്ഗുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അവളെ കാണുന്നതും സുനിലെ ചുമയൊക്കെ വരുന്നത് പോലെ അഭിനയിക്കാൻ കേട്ടോ. എന്നിട്ട് വെള്ളം വെള്ളം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാനസ പറയാണ്, ആ വെള്ളം വേണമെങ്കിൽ ഇവിടെ വന്ന് എടുത്തു കുടിച്ചോ. അങ്ങനെ അവൻ എഴുന്നേറ്റ് വന്ന് മാനസ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുന്നുണ്ട്. ദാ ജഗ്ഗിൽ ഇരിപ്പുണ്ട്, ആവശ്യമെങ്കിൽ കുടിച്ചോ എന്ന് പറയാൻ കേട്ടോ അവള്. അപ്പോൾ സുനിൽ പറയുന്നത്, തനിക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ നീ പറയാതെ തന്നെ സഹായിച്ചില്ലേ, അപ്പോൾ എനിക്ക് ഗ്ലാസ് വെള്ളം എടുത്ത് തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. നീ സഹായിച്ചു എന്നുള്ളത് സത്യം തന്നെ ആയിരിക്കും, പക്ഷെ എന്ന് കരുതി എന്റെ പിന്നാലെ നടക്കരുത് എന്ന് പറയാണ്ട് മാനസ്. അല്ല, തന്റെ അച്ഛനും അമ്മയും എവിടെ ഇപ്പോൾ പോകുന്നത്? ദേശാടനത്തിനൊക്കെയാണെന്ന് കേട്ടു, എന്താണ് ശരിയാണോ? ആ, ചെയ്ത തെറ്റുകളൊക്കെ ഇങ്ങനെ കഴുകി കളയുന്നത് നല്ലതാണ് എന്നൊക്കെ പറയാണ്ട് സുനിൽ. അപ്പോഴേക്കും മാനസ ദേഷ്യം കൊണ്ട് ദേ സുനിലേട്ട എന്ന് വിളിക്കാൻ. അത് കേട്ടതും സുനിലിന്റെ മുഖാകെ മാറാൻ. അത് ശരി, അപ്പോൾ നീ സുനിലേട്ട എന്ന് വിളിക്കുന്നത് മറന്നിട്ടില്ല അല്ലേ? എനിക്കിത് മതി, ഇത്രയും മതി. തന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ.
സുനിൽ ഇത് കേൾക്കുമ്പോൾ മാനസയുടെ മുഖം ആകെ വല്ലാതാവാണ്. അവളുടെ വായിൽ നിന്നും അറിയാതെ വന്നൊരു വാക്കായിരുന്നു അത്. എടോ സുനിലെ, മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾ ധൃതിയിൽ മുകളിലേക്ക് ജഗുമായിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴേക്ക് പിന്നാലെ തന്നെ സുനിൽ വരികയാണ് കേട്ടോ. എന്നിട്ട് അവളെ തടഞ്ഞു നിൽക്കുകയും അവൻ സന്തോഷം കൊണ്ട് കോമഡി ആയിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി അവിടെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം എല്ലാം തട്ടി മാറ്റിയിട്ട് മാനസ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ റൂമിലെത്തിയ മാനസക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നാളെ എന്തായാലും ഈ വീട്ടിൽ ആരും ഉണ്ടാകില്ലല്ലോ. എത്ര തരം താഴ്ന്നിട്ട് അവന്റെ മുന്നിൽ അഭിനയിച്ചാലും ശരി, ഈ വീട്ടിൽ നിന്നും അവനെ എന്നേക്കുമായി നാളെ പുറത്താക്കണം. അതിനുള്ള വഴി എനിക്കറിയാം. എന്തായാലും ഇത് കാണാൻ ഇവിടെ മറ്റാരും ഉണ്ടാകില്ലല്ലോ. ഇതെന്തായാലും ഞാൻ പൊളിക്കും, നാളെ ഞാൻ കാണിച്ചു തരാം എന്ന് അവൾ മനസ്സിൽ പറയാൻ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് മറ്റാരോമായിട്ട് ചാറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ ഭാവനയുടെ വീടാണ്. അവിടെ ഭാവന രാവിലെ തന്നെ കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഗായത്രി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഭാവന പറയുന്നുണ്ട്, അമ്മയെ ഞാൻ നോക്കി, അപ്പൊ അമ്മ നല്ല ഉറക്കായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ കയറിയത് എന്ന് പറയാണ്. ഉറങ്ങാതെ കിടന്ന് നേരം പുലരാനായപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്, അതുകൊണ്ട് എണീക്കാനും വൈകി എന്ന് പറഞ്ഞ് പാലിന്റെ പാക്ക് എടുത്തിട്ട് പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാൻ കേട്ടോ ഗായത്രി. ആലോചിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണല്ലോ മോളെ കാര്യങ്ങൾ പോകുന്നത്. ഒരു കണക്കെ നീ പറഞ്ഞു തന്നെയാണ് ശരി. ഭാനുവിനെ നമുക്ക് ആ പയ്യന് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാം എന്ന് പറയാൻ കേട്ടോ ഗായത്രി. ഇത് കേട്ടതും ഭാവനയ്ക്ക് സന്തോഷമാവാണ്. അവൾ ഗായത്രിയുടെ നേരെ മുന്നിൽ വന്നിന് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഗായത്രിയെ പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഗായത്രി ഭാവനയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു രാത്രി മുഴുവൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. അഥവാറ്റേ ഭാനുവിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തോട് കൂടിയിട്ട് ആ കളങ്കം മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഭാവനയെ പറഞ്ഞത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. ഭാനുവിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, അതല്ല മോളെ, അവർ ചോദിച്ചതിന് 4-1 പോലും കൊടുക്കാനുള്ള ശേഷി നമുക്കില്ലല്ലോ. അപ്പോൾ ഭാവന പറയുന്നത്, എന്തായാലും ഒരു പ്രാവശ്യം കൂടി നമുക്ക് മോഹൻ മാമനോട് സംസാരിച്ച് നോക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ സേതുവിനോട് എന്ത് പറയും എന്ന് ചോദിക്കേണ്ട ഗായത്രി. തൽക്കാലം നമുക്ക് ഭാനുവിന് ജയേഷിന് ഇഷ്ടമാണെന്നും അവനെ അല്ലാതെ മറ്റൊരു വിവാഹത്തിന് അവൾ തയ്യാറാകില്ല എന്നും അവൾ വാശി പിടിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇപ്പോൾ സൂര്യ എന്റെ കൂടെ ഉള്ളതാണ് അമ്മ, എന്റെ ബലം. അപ്പോൾ ഗായത്രി ചോദിക്കുക, ഇത് 1-2 രൂപയുടെ കാര്യമല്ല, ഇനി സൂര്യ തരാന്ന് സമ്മതിച്ചാലും ജയ ഇതിനെ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അതിന് സൂര്യയുടെ തലയിലേക്ക് ഞാൻ എല്ലാ ഭാരവും കൊടുക്കുന്നില്ലല്ലോ അമ്മേ. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ ഭാനുവിന്റെ വിവാഹം നമുക്ക് നന്നായിട്ട് നടത്താം എന്ന് പറയാം. അപ്പോൾ ഗായത്രി ചോദിക്കുന്നത്, നിന്റെ കൂടെ പിറപ്പുകൾ അതിനെ തയ്യാറാവും നിനക്ക് തോന്നുന്നുണ്ടോ? അവരെ നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു തീരുമാനമെടുത്താൽ അവർ എന്റെ കൂടെ നിൽക്കും അമ്മേ. അമ്മയാണ് അവരെ പ്രസവിച്ചതെങ്കിലും അവരെ വളർത്തി വലുതാക്കിയത് ഞാനല്ലേ. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പുല്ലുപോലെ തീർക്കാം അമ്മേ. അപ്പോൾ ഗായത്രി പറയുന്നത്, നിന്റെ വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ നടക്കുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു അറിവുമില്ല. അങ്ങനെ അവർ സംസാരിക്കുന്നതിലേക്കാണ് മായ അടുക്കളയിലേക്ക് വരുന്നത്. മായ ഇവിടെ സംസാരം കേൾക്കുമ്പോൾ അവൾക്ക് അല്പം സംശയം തോന്നുക. അങ്ങനെ അവൾ മാറി നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഒരു ഭാനുവിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മായക്ക് തീർത്തും എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടില്ല. എന്തായാലും ഞാൻ സൂര്യയുടെ ആദ്യം കാര്യങ്ങളെല്ലാം സംസാരിക്കാം അമ്മേ, എന്നിട്ട് ബാക്കിയെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഭാവന അവിടെ നിന്ന് പോവാൻ. എല്ലാം കേട്ട് നിൽക്കുന്ന മായക്ക് ആകെ സംശയം ഉണ്ടാവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ രാവിലെ തന്നെ മാനസ അടുക്കളയിൽ കയറി ഒരു കപ്പ് കോഫിയൊക്കെ റെഡിയാക്കി സുനിൽ കിടക്കുന്ന റൂമിനടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി ഡോർ തുറന്ന് അകത്തേക്ക് അടക്കുകയാണ്. ശേഷം സുനിലിനെ വിളിച്ചു ഉണർത്തുകയാണ് കേട്ടോ. എന്നിട്ട് ഇതാ കോഫി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. സുനിൽ ആകട്ടെ ആകെ ഷോക്കാവുകയാണ്. എന്താണ് ഇവൾക്ക് പതിവില്ലാത്തൊരു സന്തോഷവും സ്നേഹവും ഒക്കെ എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ എഴുന്നേറ്റ് മാനസയുടെ കയ്യിൽ നിന്നും ആ കപ്പ് കോഫി വാങ്ങുകയാണ്. അല്ല മാനസ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതൽ നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അവൻ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, എന്ത് സംഭവിക്കാൻ, ഞാൻ ആ പഴയ മാനസ തന്നെയാണ്. അപ്പോൾ സുനിൽ പറയുന്നുണ്ട്, അതല്ല മാനസ, അപ്പോൾ നീ ഇതുവരെ ഇവിടെ കാണിച്ചതെല്ലാം വെറും അഭിനയമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാനസ പറയുന്നുണ്ട്, സുനിൽ, എനിക്ക് എല്ലാവരും ഉണ്ടാവുമ്പോൾ എങ്ങനെ നിന്നോട് പ്രേമിക്കാൻ കഴിയുക? ഇന്നാണെങ്കിൽ ഈ വീട്ടിൽ ആരുമില്ല, നീയും ഞാനും തനിച്ച് മാത്രം. ഇന്ന് മുഴുവൻ എനിക്ക് നിന്നെ ഫുൾ ഫ്രീഡത്തോടു കൂടി പ്രേമിക്കാൻ കഴിയും. ആ പഴയ സുനിലും മാനസയുമായിട്ട് നമുക്ക് ഇന്നിവിടെ ജീവിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. എല്ലാം കേൾക്കുമ്പോൾ സുനിലിന് സന്തോഷമാണ്. എനിക്കൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല മാനസ. നീ എന്നെ ഒന്ന് നുള്ളി നോക്കിയേ, എനിക്ക് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അതോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മാനസ ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് സുനിലിന്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുനിൽ മാനസയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. മാനസ, താനില്ലാതെ എനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിന്റെ മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഇവിടെ കാത്തു നിന്നത്. ഈശ്വരത ഇപ്പോൾ എന്റെ പ്രാർത്ഥന കേട്ടു. നിനക്ക് എന്നോടുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും ഇപ്പോൾ അലിഞ്ഞു പോയില്ലേ മാനസ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മാനസയാട്ടെ ചിരിച്ചുകൊണ്ട്, അതെ സുനിൽ, അന്ന് നീ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു പിരിഞ്ഞപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നിയിരുന്നു. നിനക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ സ്വന്തം അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചിട്ട് അവർ വിളിച്ചിട്ടും കൂടെ പോവാതെ എനിക്ക് വേണ്ടി നീ ഇവിടെ കാത്തിരുന്നില്ലേ? മാത്രമല്ല ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ നീ മാത്രമേ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം ഞാൻ തിരിച്ചറിയുകയാണ്. നിന്റെ ആ പഴയ സ്നേഹം ഞാൻ മനസ്സിലാക്കുകയാണ് സുനിൽ എന്നൊക്കെ പറയാൻ കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ സുനിലാകട്ടെ വീണ്ടും മാനസയെ ചേർത്ത് പിടിച്ച് അവളുടെ തോളിലൂടെ കൈയിട്ടിട്ട് പറയുന്നുണ്ട്, മാനസ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഇനി എനിക്ക് സന്തോഷമായി. ഇനി നീയും ഞാനും നമ്മുടെ കുഞ്ഞും മാത്രമുള്ളൊരു ലോകം, അതായിരിക്കണം ഇനി നമ്മുടെ ലോകം.
അതിന് വേണ്ടിയിട്ടായിരിക്കും ഇനി നമ്മൾ ജീവിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. അപ്പോൾ മാനസയുടെ മുഖഭാവം ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. സുനിലെ നോക്കി ചിരിച്ചുകൊണ്ട് അതെ അതെ എന്നൊക്കെ പറയാണ്. അപ്പോൾ മനസ്സ് പറയുന്നുണ്ട്, അല്ല സുനിൽ ചായ കുടിച്ചിട്ടില്ലല്ലോ, അത് തണുത്തു പോകും, വേഗം കുടിക്ക് എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം എൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത് കുടിപ്പിക്കാൻ കേട്ടോ മാനസ ആ ചായ. ഒരു പക്ഷേ ആ ചായക്കകത്ത് സുനിലിനെ തളർത്താനുള്ള എന്തെങ്കിലും ഒരു ട്രാപ്പായിരിക്കാനാണ് വഴി. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഭാവന ഫോണുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് സൂര്യ ഫോണിൽ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ മോഹൻ മാമന്റെ വീട്ടിലെ ഗായത്രിയും സേതുവും ഭാവനയും കൂടി എത്തിയതും അവിടെ വെച്ച് മോഹനൻ അവരോട് ചോദിച്ച ഡിമാൻഡും കാര്യങ്ങളൊക്കെ കേട്ടോ. എല്ലാം കേട്ട് സൂര്യയും ആകെ ഷോക്കാവാണ്. സൂര്യ പറയുന്നുണ്ട്, ഭാവന ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരാം, മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് വരുന്നത്, നമുക്ക് അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും മായ ഭാവനയുടെ പിന്നാലെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഭാവനയോട് ചോദിക്കുന്നുണ്ട്, ഭാവന ആർക്കാ വിളിച്ച്, സൂര്യക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മായച്ചി എന്ന് പറയാൻ കേട്ടോ അവൾ. എന്ത് പറഞ്ഞു സൂര്യ എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. ഇന്നലെ മോഹൻ മാമയുടെ വീട്ടിൽ പോയതിനു ശേഷമുള്ള കാര്യങ്ങളൊന്നും സൂര്യക്ക് അറിയില്ലല്ലോ, അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാമെന്ന് കരുതി വിളിച്ചതാണ് എന്ന് പറയാൻ കേട്ടോ ഭാവന. പിന്നീട് മായ ചോദിക്കുന്നുണ്ട്, അല്ല ഭാവന ഞാൻ വീണ്ടും ചോദിക്കുക, അവർ ഇത്രയും കാര്യങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ നിർബന്ധപൂർവ്വം ആ വിവാഹം നടത്തി കൊടുക്കേണ്ട ആവശ്യം? അത്രയും പണവും വീടുമൊക്കെ നമുക്ക് എവിടുന്ന ഉണ്ടാക്കാൻ കഴിയ ഭാവന? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, എന്ത് ചെയ്യാനും മായേച്ചി, ഭാനു അവനുമൊത്തുള്ളൊരു ജീവിതം അത്രയ്ക്കും ആഗ്രഹിച്ചു പോയില്ലേ, ഇനി അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ വീട്ടിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാനായാലും ഭാമയായാലും ഭരത്തായാലും എല്ലാം ആഗ്രഹിച്ച ജീവിതം തന്നെയല്ലേ പിന്നീട് നേടിയിരിക്കുന്നത്. ഇനി അവളുടെ ആഗ്രഹത്തിന് മാത്രം എതിർപ്പ് നിൽക്കാൻ പറ്റില്ലല്ലോ. പറ്റുമെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴിയുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ അത് നടക്കും മായച്ചി എന്നൊക്കെ പറയാൻ കേട്ടോ.